അതുപോലെ അള്ളാഹുവിന്റെ ദീന് എല്ലാവർക്കും പഠിക്കാൻ കഴിയാത്ത സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ സുന്നികളും മുജാഹിദുകളുമായിട്ട് പല മേഖലകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സുന്നത്താക്കപ്പെട്ട ഒരുപാട് അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് സുന്നികൾ. ഇത് ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ ഓല് കുറച്ച് ആൾക്കാർ സ്വർഗത്തിന്റെ ആൾക്കാർ, ഇവിടെ വേറെ വിഭാഗം ആൾക്കാർ നരകത്തിന്റെ ആൾക്കാർ. അതുകൊണ്ടൊരു 4-5 ചോദ്യം ഒരുമിച്ച് ചോദിക്കുകയാണ്. പെട്ടെന്ന് ചോദിക്കണം, സമയം വളരെ അതിക്രമിച്ചു. ആമുഖം വേണ്ട, ചോദ്യം വരട്ടെ, വേഗം വേഗം. ഇവിടെ ഫർളാക്കപ്പെട്ട നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇമാമ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ദിക്റൊക്കെ ചൊല്ലി കൂട്ടുപ്രാർത്ഥന നടത്താറുണ്ട്. അതിവിടെ ബിദ്അത്തുകാര് അത് ശിർക്കാണ്, ബിദ്അത്താന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഖുനൂത്ത് ഓതുന്ന കാര്യം, എന്നിട്ട് എന്താണ് നിങ്ങൾ ചോദ്യം? വേഗം പറയട്ടെ. അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ അതുപോലെ ഖുർആൻ ഓതുന്നത്, അതെല്ലാ കാര്യങ്ങളും ശിർക്കാണ്, ബിദ്അത്താന്ന് പറയുന്നത്. 3 കഴിച്ച, 7 കഴിച്ച, 40 കഴിച്ച, ചാവ് അടിയന്തരം കഴിക്കുക എന്നൊക്കെയാണ് ഇവിടെ ബിദ്അത്തുകാർ പറയുന്നത്. അത് ഇസ്ലാമിൽ അത് പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്? ഓരോന്നും പറയാം. ചോദ്യം വളരെ വിശദമാണ്, മറുപടി വിശദീകരിക്കേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് ഒറ്റവാക്കിൽ മറുപടി പറയുന്നു. ഒന്നാമത്തത്, കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണ്, അനാചാരമാണ് എന്നാണ് പറയുന്നത്. ശരിയല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരംഭ റസൂലുള്ളാഹി ഒരു സമയത്ത് സുബ്ഹി നിസ്കരിക്കുന്നു. ഫലമ്മ സല്ലമ ഇൻഹറഫ, സലാം വീട്ടിയപ്പോൾ തിരിഞ്ഞിരിക്കുന്നു. ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിന വസാഇന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിന, പടച്ചവനെ ഞങ്ങളുടെ മദീനയിൽ, ഞങ്ങളുടെ സായി, ഞങ്ങളുടെ മുദ്ദിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ. റസൂലുള്ളാഹി ബഹുവചനമായി ദുആ ചെയ്യുന്നു. ഞാൻ ദുആർനാൻ നിങ്ങൾ ഉത്തരം ചെയ്യണമെന്ന് സഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഹദീസ് ഇമാം തൊബറാനി ഉദ്ധരിച്ചതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസ് സഹീഹാണ്. വരിജാലുഹു സിഖാത്തുൻ എന്ന് അല്ലാമ സയ്യിദ് സുന്നൂജി തന്റെ വഫാഉൽ വഫാ ബി അഖ്ബാരി ദാറുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണം, അവർക്ക് വേണ്ടി ചെയ്യുന്ന മറ്റു പുണ്യകർമ്മങ്ങൾ, അതിനെക്കുറിച്ച് നമുക്കറിയാം. സഹാബികളിൽ നിന്നുള്ള അൻസാറുകളായ സഹാബികൾ അവർ മരിച്ച വീട്ടിൽ മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഖുർആൻ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു. പുറമെ മുജാഹിദുകളുടെ ആശയ സ്രോതസ്സായ ഇബ്നുൽ ഖയ്യിം തന്റെ കിതാബ് റൂഹിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മരിച്ച വീട്ടിൽ തഹ്ലീൽ ചൊല്ലലാണ്, അവർക്ക് ഖുർആൻ സദഖ ചെയ്യലാണ്, അടിയന്തരം കഴിക്കലാണ്. 3, 4, 10, 8, 7, 40 എത്ര പറഞ്ഞാലും ശരി, എന്ന് നടത്തിയാലും ശരി, അതൊക്കെ മരിച്ച വീട്ടിൽ മയ്യത്തിനു വേണ്ടി നടത്തുന്ന പുണ്യകർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾക്ക് യാതൊരു തകരാറുമില്ല. അത് പുണ്യകർമ്മമാണ്, അത് അനാചാരമല്ല. അത് മയ്യത്തിന് ഉപകരിക്കുമെന്ന് പറയുന്നത് ഞങ്ങളല്ല, ആഗോള സലഫികളുടെ ആശയ സ്രോതസ് ഇബ്നു തൈമിയ്യ തന്റെ മജ്മുഅത്തുൽ ഫതാവ എന്ന ഈ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നു. 70,000 തഹ്ലീൽ ചൊല്ലിയാൽ കിട്ടുമോ, ഉപകരിക്കുമെന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തി വെക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്താൽ, ഭക്ഷണമാവട്ടെ അല്ലാത്തതാവട്ടെ, സദഖ ചെയ്താൽ ഉപകരിക്കുമെന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തി വെക്കുന്നു. സഹോദരന്മാരെ, മരിച്ച വീട്ടിൽ മരിച്ച മയ്യത്തിന് വേണ്ടി തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നു, ഉപകരിക്കുമോ? ഇബ്നു തൈമിയ്യ പറയുന്നു അത് ബിദ്അത്തല്ല. അബൂ ഉമാമത്തുൽ ബാഹിലി അടക്കമുള്ള സഹാബിമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പുണ്യകർമ്മം തന്നെയാണ്. മയ്യത്ത് കഫൻ ചെയ്ത് എല്ലാ കർമ്മങ്ങളും ചെയ്ത് കഫംപുടയിൽ വെച്ചുകൊണ്ട് വീട്ടിന്റെ ഉമ്മറത്തേക്ക് വെച്ചുകൊണ്ട് സാധാരണ നമ്മൾ ദുആ ചെയ്യും. ഒരാൾ ദുആർക്കും, മറ്റുള്ളവർ ആമീൻ പറയും. ഇതിന് തെളിവുണ്ടോ? ഇമാം ഇബ്നു സഅദ് തന്റെ തബഖാത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ സംസ്കരിച്ചു, കഫൻ ചെയ്തു, എല്ലാ കർമ്മങ്ങളും ചെയ്തു, ജനാസ കട്ടിലിൽ വെച്ചു. ആ സന്ദർഭത്തിൽ അതാ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനാസയിൽ അരികിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങളും ദുആ ചെയ്തുകൊണ്ട് പറയുന്നു, പടച്ചവനെ ആരംഭ റസൂലിനെയും ഞങ്ങളെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ എന്നിങ്ങനെ ദുആ ചെയ്തപ്പോൾ അല്ലാമ ഇബ്നു സഅദ് തന്റെ തബഖാത്തുൽ കുബ്രയിൽ രേഖപ്പെടുത്തുന്നു, ആമീൻ ആമീൻ ആമീൻ. മയ്യത്തിന്റെ അരികിൽ വെച്ച് കൂട്ടപ്രാർത്ഥന നടത്തുന്നു. ജനങ്ങൾ പറയുന്നു ആമീൻ ആമീൻ ആമീൻ. അലി ഇബ്നു അബീ ത്വാലിബ് ദുആ ചെയ്യുന്നു, ജനങ്ങളെല്ലാവരും ആമീൻ പറയുന്നു. എത്ര ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹോദരന്മാരെ ഇങ്ങനെ സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏതുണ്ടോ? 7 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ അതിന് 38, 8, 9, 10 എന്ന് ചെയ്താലും മയ്യത്തിന് വേണ്ടി നടത്തുന്ന അടിയന്തരം സഹാബകളുടെ ചര്യ നിങ്ങൾക്കറിയാമോ? താബിഈകളുടെ നേതാവ് ത്വാഊസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്ആ. മരിച്ച മയ്യത്തുകൾ ഖബറടക്കപ്പെട്ടാൽ 7 ദിവസം അവർക്ക് പ്രത്യേകമായ വിഷമങ്ങൾ ഉണ്ടാകുന്നു. ഫകാനൂ യസ്തഹിബ്ബൂന
സഹാബികൾ സുന്നത്തായി കണ്ടിരുന്നു. ഈ 7 ദിവസം മറ്റവർക്ക് വേണ്ടി പാരത്രിക സവാബ് കിട്ടാൻ വേണ്ടി, ഉപകാരം കിട്ടാൻ വേണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി സ്വഹാബത്തിന്റെ ചര്യയാകുന്നു. സഹോദരന്മാരെ, ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാ തന്റെ തുറൂഉ സുറയ്യ ബിഇൽഹാരി മാ കാന ഖഫിയ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏത് എടുത്ത് പരിശോധിച്ചോളൂ. അതൊക്കെ പ്രമാണബദ്ധമാണ്. അത് അനാചാരമാണെന്നോ ബിദ്അത്താണെന്നോ കുഫ്റാണെന്നോ നരകത്തിലേക്ക് പോകുന്നതാണെന്നോ പറയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇവിടെ മറ്റ് സാധാരണ സ്ഥലത്തുള്ള മുഖാമുഖം പോലെയല്ല. ഇവിടുത്തെ എല്ലാ പരിപാടിയും പ്രസംഗമാണെങ്കിലും മുഖാമുഖം 10 മണി വരെ മാത്രമേ പെർമിഷനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പലരും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക. അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ അധികാരികൾ നമുക്ക് നൽകിയ സമയം തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയും പറഞ്ഞതിന്റെ ആകത്തുക അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾക്കുള്ള തെളിവുകൾ ഭദ്രമാണ്, പ്രമാണഭദ്രമാണ്, അത് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. അതേ അവസരത്തിൽ ബിദഅകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രമാണങ്ങളില്ല, അത് തെളിയിക്കാൻ കഴിയില്ല എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു. അതോടൊപ്പം ഇതുപോലെ സുന്നികൾ നടത്തിയതുപോലെ സ്വതന്ത്രമായി യഥേഷ്ടം ചോദിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് മുജാഹിദുകൾക്ക് ഇതുപോലൊരു മുഖാമുഖം നടത്താൻ കഴിയില്ല. മുഖാമുഖത്തിന് മറുപടി മുഖാമുഖം മാത്രമേ ആവുകയുള്ളൂ എന്നുകൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുമാത്രമേ മറുപടിയാവുകയുള്ളൂ. മുജാഹിദ് മൗലവിമാർ ഗ്രൗണ്ടിലേക്ക് നോക്കി കാളമൂത്ര പ്രസംഗം നടത്തിയാൽ അതൊരിക്കലും മറുപടിയാവുകയില്ല എന്ന കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു.